സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് അസൈലം ശതാബ്ദി സമാപനം മെയ് 1 കൈപ്പുഴ ദേവദാസൻ തുമ്മിയച്ചൻ നഗറിൽ നടന്നു. മെയ് 1 വ്യാഴാഴ്ച ശതാബ്ദി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാനയും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ 3 സന്യാസിനികളുടെ നിത്യവ്രത വാഗ്ദാനവും കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് രാവിലെ 11:30 വിശിഷ്ട വ്യക്തികൾക്ക് സ്വീകരണവും പൊതുസമ്മേളനവും നടന്നു. സന്യാസിനി സമൂഹത്തിന്റെയും സെന്റ് തോമസ് അസൈലത്തിന്റെയും സ്ഥാപക പിതാവ് ദേവദാസൻ പുതത്തിൽ തുമ്മിയച്ചൻ ഇന്ന് വളരെ പ്രസക്തമായി ലോകം കാണുന്നതിന് 100 വർഷങ്ങൾക്കപ്പുറം ദേവദാസൻ മാർ മാത്യു പിതാവ് അടിസ്ഥാനം ശിലാസ്ഥാപനം ചെയ്ത് 1925 മെയ് 3 അഭിമന്യന്മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവ് ആശീർവദിച്ച് ആരംഭം കുറിച്ച സെന്റ് തോമസ് അസൈലം 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ 240 മക്കൾക്ക് ഭവനമായി ഈ സ്നേഹകൂടാരം. കൊട്ടനെയ്ത്തും തുണിനെയ്ത്തും ബുക്ക് ബൈൻഡിങ്ങും ചെയ്ത് അതിജീവനം നടത്തിയ ഇവിടെ ഇപ്പോൾ പ്രിന്റിംഗ് പ്രസ്, ലേസർ പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ സെന്റർ, തയ്യൽ ക്ലാസ് തുടങ്ങിയ അതിജീവന പ്രവർത്തനങ്ങളുമായി ഈ കാരുണ്യഗ്രഹം കുതിച്ചു മുന്നോട്ടു പോകുന്നു. കേരളത്തിലും കേരളത്തിന് വെളിയിലും ഭിന്നശേഷിയുള്ള മക്കൾ, ക്യാൻസർ രോഗികൾ, മരണാസന്നർ, ആരോഗ്യമില്ലാത്തവർ, HIV AIDS ബാധിതർ എന്നിവർക്കായുള്ള ഭവനങ്ങളിൽ 205 മക്കൾ ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. സെന്റ് തോമസ് അസൈലം സെന്റിനറി ആഘോഷങ്ങളുടെ ചെയർമാൻ സുപ്പീരിയർ ജനറൽ മദർ അനുദയുടെയും ജനറൽ കൺവീനർ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ റവറൻഡ് സിസ്റ്റർ സൗമ്യയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തന റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നു. 250 പേർ പങ്കെടുത്തു. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്നേഹത്തിന്റെ ഊഷ്മളത കൂട്ടുന്നതിനും ഇത് ഒരു വേദിയായി. സെന്റിനറി മെമ്മോറിയൽ ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചൻ പാലിയേറ്റീവ് ബ്ലോക്ക്. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം ജീവിക്കുന്നതിനായി വയനാടിന്റെ മലയോര മക്കളെ ശുശ്രൂഷിക്കുവാനായി തുമ്മിയച്ചൻ പാലിയേറ്റീവ് കെയർ സെന്റർ കാപ്പിസെറ്റ് സെന്റ് ജോസഫ് അസൈലത്തോട് ചേർന്ന് 2024 ഒക്ടോബർ 11 പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സ്ഥാപനങ്ങളിലെ വിഭിന്നശേഷിയുള്ള മക്കളെ ചേർത്ത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും നേതൃത്വത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 അനാഥ അഗതി ദിനമായി സെന്റ് തോമസ് അസൈലത്തിൽ വെച്ച് വിപുലമായി ആദരിച്ചു. സാന്ത്വന വർഷം 2024-25 ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭവനങ്ങളിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് നിർത്തുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടി 2025 ജനുവരി 26 ഉഴവൂർ ഫൊറോനയിലും മാർച്ച് 19 കൈപ്പുഴയിലും മാർച്ച് 21
മടമ്പം ഫൊറോനയിലും വെച്ച് നടത്തിയ സാന്ത്വന വർഷം എന്ന പ്രോഗ്രാമിൽ സമുദായ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുകയും വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടിയും അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയും ബോധവൽക്കരണ ക്ലാസുകളും കലാപരിപാടികളും നടത്തുകയും സെന്റിനറി മെമ്മോറിയൽ മെമന്റോയും സ്നേഹ ഉപഹാരങ്ങളും നൽകുകയും ചെയ്തു. അസൈലാംഗങ്ങളുടെ ആകാശയാത്ര. വിമാനയാത്രയ്ക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ലഭിച്ച 40 അസൈലാംഗങ്ങളെ ചേർത്ത് ബാംഗ്ലൂർ വിമാനയാത്ര നടത്തിയത് വീൽചെയറിൽ മാത്രം സഞ്ചരിച്ച ഈ മക്കൾക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു പുത്തൻ അനുഭവമായിരുന്നു. ആധ്യാത്മിക നവീകരണ ധ്യാനം. അനുഗ്രഹീതനായ ജോസഫ് പുത്തൻപുരയ്ക്കൽ കപ്പൂശനച്ഛന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷിക ധ്യാനം അംഗങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിറമുള്ളതാക്കി. ശതാബ്ദിയോട് ചേർന്ന് എല്ലാ 2ാം ശനിയാഴ്ചയും വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SJC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സ്ഥാപക പിതാവിന്റെ കബറിടത്തിൽ നടത്തുന്ന ഏകദിന പ്രാർത്ഥന വചന പ്രഘോഷണത്തിന്റെ പുത്തൻ കാൽവയ്പാണ്. ശതാബ്ദിയിൽ അമ്മയ്ക്കരികെ. 2024 ഒക്ടോബർ 1 മുതൽ 10-ാം തീയതി വരെ കാരണവന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവനങ്ങളിൽ സിസ്റ്റേഴ്സും അസൈല അംഗങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും 10-ാം ദിവസം കൈപ്പുഴ ഫൊറോനപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട സാബു മാലിത്തുരുത്തലസിന്റെ നേതൃത്വത്തിൽ ജപമാല പ്രദക്ഷിണം അസൈലത്തിലും കോൺവെന്റിലും നടത്തിയത് സ്വർഗീയ അനുഭവമായിരുന്നു. നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട സഹോദരങ്ങളുടെ ഓർമ്മയാചരണം. നവംബർ 10 അസൈലത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട അസൈലാംഗങ്ങളെ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്കായി ദിവ്യബലി അർപ്പിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ബെനഫാക്ടേഴ്സ് ഡേ. അസൈലത്തിന്റെ ആരംഭം മുതൽ 100 വർഷക്കാലം എല്ലാവിധത്തിലും സഹായഹസ്തമായവരെ ബെനഫാക്ടേഴ്സ് ഡേയിൽ പ്രത്യേകം ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. ആരോഗ്യ പരിപാലനം. അസൈലാംഗങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകളും നടത്തപ്പെട്ടു. തിരുനാൾ ആഘോഷങ്ങൾ. 2024 ഓണവും ഓർമ്മയ്ക്കായി ഒരു മരവും. ഏറ്റുമാനൂർ MLA, കേരള സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ തിരുവോണ നാളിൽ അസൈലം സന്ദർശിക്കുകയും അംഗങ്ങളും ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയും ഓർമ്മയ്ക്കായി ഒരു വൃക്ഷത്തൈ നടുകയും ചെയ്തത് ഒരു മായാത്ത ഓർമ്മയാണ്. ക്രിസ്തുമസ് 2024 ഡിസംബർ 25 ഏഷ്യാനെറ്റ് ചാനൽ കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് KCWA KCYL തുടങ്ങിയ സംഘടനാ ഭാരവാഹികളോടൊപ്പം നടത്തിയ ക്രിസ്തുമസ് ആഘോഷം കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും വേറിട്ട ഒരു അനുഭവമായി മാറി. സ്ഥാപക പിതാവിന്റെ 81ാം ചരമവാർഷികം. 60ഓളം പേർ പങ്കെടുത്ത ത്രിദിന വചന പ്രഘോഷണവും 1000ഓളം പേർ പങ്കെടുത്ത ഡിസംബർ 4-ാം തീയതിയിലെ തിരുക്കർമ്മങ്ങളും ആത്മീയതയുടെ വേറിട്ട ഒരു അനുഭവമായി. ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചന്റെ നാമഹേതുക തിരുനാളും SJC സ്ഥാപക ദിനവും ജൂലൈ 3-ാം തീയതി വിപുലമായ പരിപാടികളോടെയും സ്ഥാപക പിതാവിന്റെ 153ാം ജന്മദിനവും SJC മിഷൻ ഡേയും ഒക്ടോബർ 24-ാം തീയതി പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സോടെയും സമുചിതമായി ആഘോഷിച്ചു. തീർത്ഥാടനം. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ധാരാളം കുരുന്നുകളും അധ്യാപകരും ദേവദാസൻ തൊമ്മിയച്ചന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അസൈല അംഗങ്ങളുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു. വിഭിന്ന ശേഷികളെ വലിയ ശേഷികളാക്കി ജീവിത വിജയം വരിച്ച സെന്റ് തോമസ് അസൈലത്തിൽ നിന്നും പ്രിന്റിംഗ് ടെക്നോളജിയിൽ സർട്ടിഫിക്കറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ അസൈലത്തിന്റെ മണ്ണിൽ വീണ്ടും ഒന്നുചേർന്നത് സ്ഥാപക പിതാവിന്റെ ദർശനങ്ങളുടെ വിജയത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. എന്ന ദൈവവചനം മാംസം ധരിച്ചു ഈ 100 വർഷത്തെ അസൈലത്തിന്റെ പ്രയാണത്തിൽ. ആരംഭം മുതൽ ഞങ്ങൾക്ക് മാർഗദീപം തെളിച്ച അഭിമന്യ പിതാക്കന്മാരുടെയും
കർമ്മോത്സുകരായ മേജർ സുപ്പീരിയേഴ്സിന്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും നാനാജാതി മതസ്ഥരായ നല്ലവരായ ജനങ്ങളുടെയും അകമഴിഞ്ഞ സ്നേഹത്തിന്റെയും മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനകളായി ഏറ്റെടുത്ത് എളിയവർക്കായി ജീവിക്കുന്ന SJC സിസ്റ്റേഴ്സിന്റെയും നിസ്വാർത്ഥ സേവനങ്ങൾ ആണ് ഈ ദിനാചരണത്തെ ഏറ്റവും അർത്ഥമുള്ളതാക്കിയത്. കാരുണ്യത്തിന്റെ പ്രവാചക ശക്തമായ ദേവദാസൻ പുതത്തിൽ തുമ്മിയച്ചനിലൂടെ 100 വർഷങ്ങളായി വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാൻ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പേ തുറന്നു വെച്ച വലിയ മാനവഗീതയുടെ ഈ സ്നേഹ കവാടം വാനോളം ഉയർന്ന ഈ നിമിഷത്തിൽ സ്ഥാപക പിതാവിന്റെ ദർശനത്തോടെ ഈ യുഗത്തിന്റെ മക്കളുടെ ഹൃദയങ്ങളിലും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ജ്വാല പടർത്തി അവരുടെ കണ്ണുകളിൽ സ്ഫുരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ ദർശിക്കുവാൻ, എന്റെ സഹോദരന്റെ ജീവന്റെ കാവലാളാകുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ അഡ്വക്കേറ്റ് റവറൻഡ് സിസ്റ്റർ സൗമി SJC, ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനർ എന്ന നിലയിൽ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൈമുതലാക്കി സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന സിസ്റ്റർ സൗമിയെ പൊതുസമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ അതിഥികളെ, കുടുംബാംഗങ്ങളെ, അന്ധന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിയ കരുണാമയനായ ക്രിസ്തുവിന്റെ മനോഭാവം നെഞ്ചിലേറ്റിക്കൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് ദൈവദാസൻ ഭൂതത്തിൽ തോമിയച്ചന്റെ അന്തരാത്മാവിൽ ജന്മം കൊണ്ട സെന്റ് തോമസ് അസൈലം എന്ന സ്നേഹ കൂടാരം ഇന്ന് 100 വയസ്സ് തികഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെ യശസ്സുയർത്തി നിൽക്കുന്നു. 1925 കേരളത്തിൽ ആദ്യമായിട്ടാണ് അംഗപരിമിതരായ ഭിന്നശേഷിക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു തണൽ മര സ്ഥാപിതമാകുന്നത് എന്നത് ഇത്തരുണത്തിൽ നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. കാരുണ്യത്തിന്റെ സ്നേഹാഗ്നിയിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ദേവദാസൻ തൊമ്മിയച്ചൻ നട്ടു വളർത്തിയെടുത്ത ഈ സ്നേഹ വീട് ഇന്ന് തകർന്ന മനസ്സും ശരീരവുമായി ഇവിടേക്ക് ചേക്കേറുന്ന നാനാജാതി മതസ്ഥരായ 100 കണക്കിന് പെൺകുട്ടികൾക്ക് ആശ്രയമേകുന്നു. ദൈവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചൻ എന്ന കെടാവിളക്ക് കത്തി പ്രശോഭിക്കുവാൻ ഇടയാക്കിയ എണ്ണയാണ് അസൈലാംഗങ്ങളെന്നും സ്നേഹസേവന പരിചരണങ്ങളാൽ എണ്ണ കാത്തു സൂക്ഷിക്കുവാൻ സ്ഫടിക പാത്രമാണ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ എന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു. SJC സ്ഥാപനങ്ങളിലെ എല്ലാ സ്വർഗീയ സൂനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടും ഇന്ന് ഈ സ്ഥാപനങ്ങളിൽ വിശ്രമിക്കുന്ന എല്ലാവരുടെയും ശതാബ്ദി ആഘോഷ ഹൃദയസ്പന്ദനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന സെന്റ് തോമസ് അസൈലം അതിൻ്റെ പ്രൗഢ ഗംഭീരമായ ശതാബ്ദി കൊണ്ടാടുമ്പോൾ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ആത്മീയവും ഭൗതികവുമായ ഉണർവും ഉന്മേഷവും പ്രചോദനവും നൽകി അസൈലാംഗങ്ങളുടെ സ്നേഹഭാജനമായി മാറിയ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ മദർ അനിതയാണ് ഇന്നത്തെ സ്നേഹ സമ്മേളനത്തിന് അധ്യക്ഷയായി നിലകൊള്ളുന്നത്. ശതാബ്ദി ആഘോഷം ഇത്ര അതുല്യവും അവിസ്മരണീയവുമാക്കി മാറ്റുവാൻ സന്മനസ് കാട്ടിയ ബഹുമാനപ്പെട്ട മദറിന് സെന്റിനറി കമ്മിറ്റിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അസൈലത്തിന്റെ ശതാബ്ദിയുടെയും സിസ്റ്റേഴ്സ് ബിന്ദു, അന്നു, ജെൻസി എന്നിവരുടെ നിത്യവ്രത വാഗ്ദാനത്തിന്റെയും കൃതജ്ഞതാബലി അർപ്പണത്തിന് ശേഷം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ആത്മീയ ആചാര്യനായ അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യമാർ മാത്യു മൂലക്കാട്ട് പിതാവാണ്. സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ രക്ഷാധികാരി കൂടിയായ അഭിവന്ദ്യ പിതാവിന്റെ മാർഗനിർദ്ദേശങ്ങളും സംയോജിതമായ ഇടപെടലുകളും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശതാബ്ദി സമ്മേളനത്തിലേക്ക്
അസൈലത്തിൻ്റെയും സെയിൻറ് ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെയും പേരിൽ സ്നേഹ ആദരവുകളോടെ സ്വാഗതം ആശംസിക്കുന്നു. കേന്ദ്ര സർക്കാരിലെ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീര വികസനത്തിൻ്റെയും ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെയും വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ജോർജ് കുര്യൻ സാർ ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഡൽഹിക്ക് പോവേണ്ടി വന്നു. ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ, ഉടനെ എത്തുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മഹനീയ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഒത്തിരിയേറെ ഒഫീഷ്യൽ ചടങ്ങുകൾ ട്രിവാൻഡ്രത്ത് നടക്കുന്നത് കൊണ്ട് ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രിയായ ശ്രീ VN വാസവൻ സാറിനും ഒപ്പം നമ്മുടെ കോട്ടയം ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജോൺ വി സാമുവൽ IAS സാറും അല്പം മുമ്പ് ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി അവർ വരാൻ താമസിക്കും, പ്രോഗ്രാം ആരംഭിച്ചുകൊള്ളുവാൻ. അവരുടെ അസാന്നിധ്യത്തിൽ ഏറെ സ്നേഹ ആദരവോടുകൂടെ അവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാർ ജനഹൃദയത്തിലെ നിയമപ്രതിഭയും ജനദർപ്പണവുമായ നേതാവാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് തോമസ് അസൈലത്തിന്റെ സെന്റിനറി ആഘോഷത്തിന് ശ്രുതിലയ താളം മീട്ടി നമ്മെ കൂടുതൽ ഉണർവുള്ളവരാക്കുവാൻ എത്തിയ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി കേരളത്തിലെ പ്രശസ്ത പിന്നണി ഗായികയും സംഗീതജ്ഞയുമാണ്. ജന്മം മുതൽ കാഴ്ചശക്തി ഇല്ല എങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് സംഗീതത്തിൽ അത്ഭുതകരമായ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി സംഗീത പുരസ്കാരങ്ങൾ, പ്രാദേശിക ദേശീയ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ വൈക്കം വിജയലക്ഷ്മി എന്ന പ്രശസ്ത ഗായികയെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനു മുമ്പും അസൈലാങ്ങളോടൊത്ത് പാടി അവരെ രസിപ്പിച്ച ഞങ്ങൾ ഏറെ നന്ദിയോടെ ഈ സമയം ഓർമ്മിക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചന്റെ സാന്നിധ്യം ഏറെ സന്തോഷജനകമാണ്. ഇപ്പോൾ ഷിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ രൂപയുടെ വികാരി ജനറലും ജ്ഞാനായ മേഖല ഡയറക്ടറുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ജ്ഞാനായ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറെ ത്യാഗോജ്വലമായ സ്നേഹോജ്വലമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന, അതിലുപരി സെയിൻറ് ജോസഫ് കോൺഗ്രിഗേഷന് അമേരിക്കയിൽ ഒരു 2 കോൺവെന്റ് സ്ഥാപിക്കുവാൻ അതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ച, ഇപ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചനെ ഏറെ നന്ദിയോടെ ഓർമ്മത്തിൽ ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്യുന്നതാണ്. അസൈലവുമായി വളരെ അടുത്തിടപെടുന്ന ശ്രീ തോമസ് ചാഴികാടൻ സാറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛന്റെ കുടുംബാംഗമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ex-MLA ശ്രീ സ്റ്റീഫൻ ജോർജ് ഈ സമ്മേളനത്തിൽ ദേവദാസൻ തൊമ്മിയച്ഛനെ കുറിച്ച് സെന്റ് ജോസഫിലെ സിസ്റ്റർ ലീന തെരേസ് എഴുതിയ ഒരു ചെറു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രൗഢോജ്വലമായ ഈ സംഗമത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ പിന്തുണയും നൽകി ഇന്നിവിടെ സന്നിഹിതനായി ആശംസകൾ അർപ്പിക്കുകയും സെന്റ് തോമസ് അസൈലത്തിലെ ശുശ്രൂഷകളെ ഏറെ വിലമതിക്കുകയും ചെയ്യുന്ന കൈപ്പുഴ കൊറോന വികാരി പെരിയ ബഹുമാനപ്പെട്ട സാബു മാലിത്തുത്തൽ അച്ഛന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധിയും വിജ്ഞാനവും കൊണ്ട് സമൂഹാംഗങ്ങളുടെയും സ്നേഹവും സൗഹൃദവും കൊണ്ട് ജനഹൃദയങ്ങളിലും ചുരുങ്ങിയ കാലങ്ങൾക്ക് സിസ്റ്റർ ഇമ്മാക്കുലേറ്റിന്റെ സാന്നിധ്യം സന്തോഷഭരിതരാക്കുന്നവരുണ്ട്. മരണമില്ലാത്ത ആചരണങ്ങൾ കൊണ്ട് ശതാബ്ദിയെ അനശ്വരമാക്കിയ സെന്റിനറി കമ്മിറ്റി അംഗങ്ങളുണ്ട്. ദേവദാസൻ തൊമ്മിയച്ഛൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. കൈപ്പുഴ ഇടവക ജനമുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരുണ്ട്. അസൈലത്തെയും SJCയും സ്നേഹിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന് 100 വർഷം അത് ചെറിയൊരു കാലയളവല്ല.
അതൊരു കാഴ്ചപ്പാടിൻ്റെ, അധ്വാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഓർമ്മ പുസ്തകമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന അതുല്യരായ എല്ലാ അതിഥികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരേ നൂലിൽ കോർത്തിണക്കി മാതൃകാപരമായ ജീവിതത്തിലൂടെ തന്റെ മക്കൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കരുതലോടെ മാതൃവാത്സല്യത്തോടെ സെന്റ് ജോസഫ് സമൂഹത്തിന്റെ വളർച്ചയിൽ എന്നെന്നും ശ്രദ്ധാലുവായ മദർ അനിതയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഇത് ദൈവം ഒരുക്കിയ ദിവസമാണ്. നമുക്കിന്ന് സന്തോഷിച്ചാനന്ദിക്കാം. കോട്ടയം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചന്റെ 100 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച സെന്റ് തോമസ് അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവേ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന കോട്ടയം MP അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് സാർ, സോവിനിയർ പ്രകാശനം ചെയ്യുന്ന ശ്രീ തോമസ് ചാഴികാടൻ സാർ XMB, നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത വികാരി ജനറലും ക്നാനായ റീജിയൻ ഡയറക്ടറുമായ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ച, കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി പെരിയ ബഹുമാനപ്പെട്ട സാബു മാലിത്തുരുത്തലച്ച, പുസ്തക പ്രകാശനം ചെയ്യുന്ന KSMDFS അതിൻ്റെ ചെയർമാൻ ശ്രീ സ്റ്റീഫൻ ജോർജ് XMLA അവറുകൾ, SVM കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലും ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠത്തിയുമായ സിസ്റ്റർ ഇമ്മാക്കുലേറ്റ്, ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ബഹുമാനപ്പെട്ട കോട്ടയം അതിരൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട തോമസ് ആനിമുട്ടിലച്ച, ദീപിക മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ച, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, വിവിധ സമൂഹങ്ങളിൽ എത്തിയിരിക്കുന്ന സുപ്പീരിയർ ജനറൽസ്, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, തൊമ്മിയച്ചൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മധ്യാഹ്നത്തിലാണ് നാമൊക്കെ ആയിരിക്കുക. കാരണം നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് തന്നെ നിത്യമായി സമർപ്പിച്ച 3 സഹോദരിമാർ, ഒപ്പം ശതാബ്ദി നിറവിലായിരിക്കുന്ന അസൈലം കുടുംബാംഗങ്ങൾക്ക് ജൂബിലി. ഇതിൻ്റെ രണ്ടിൻ്റെയും മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഈ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. തിരുസഭയ്ക്ക് ഉണർവ് പകർന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ രൂപപ്പെടുന്നതിന് മുൻപേ, എന്തിന് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കും മുൻപേ തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ എളിയവരായ മക്കൾക്ക് വേണ്ടി അഭയമൊരുക്കുവാൻ ദൈവമയച്ച ആധ്യാത്മിക യോഗിയും കർമ്മധീരനും ക്രാന്തദർശിയുമായിരുന്നു കോട്ടയം രൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന സെന്റ് തോമസ് അസൈലത്തിൻ്റെയും സെന്റ് ജോസഫ് സമൂഹത്തിൻ്റെയും സ്ഥാപക പിതാവ് ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചൻ. അതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ചരിത്രം നാം ഏവരും കേട്ടുകഴിഞ്ഞു. എങ്കിലും ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരൊപ്പുവാൻ ദൈവം മോശയെ അയച്ചതുപോലെ ദൈവജനത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ ദൈവം അയച്ച പ്രവാചകനായിരുന്നു ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചൻ. അച്ഛൻ കൈപ്പുഴ പള്ളി വികാരിയായിരിക്കുമ്പോൾ വികലാംഗയായി തൻ്റെ മകൾക്ക് അഭയം തേടിയെത്തിയ പിതാവ് ബഹുമാനപ്പെട്ട അച്ഛനെ സമീപിച്ച് തൻ്റെ വേദനയും നിസ്സഹായതയും പങ്കുവെച്ചു. അവരുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ അച്ഛനെ ഏറെ വേദനിപ്പിച്ചു. അവരെ സാന്ത്വനപ്പെടുത്തി അയച്ചതിന് ശേഷം അവരുടെ വേദനയും കണ്ണുനീരുമായി അൾത്താരയ്ക്ക് മുൻപിലെത്തി
ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാ നിമഗ്നനായിരുന്നു. അവിടെ നിന്നും ലഭിച്ച തിരുവചനമായിരുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പിന്നീടുള്ള അച്ഛൻ്റെ ജീവിതം ആ വചനത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു. 100 വർഷങ്ങൾക്കപ്പുറം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ഭിന്നശേഷിക്കാരായവരെ, അംഗപരിമിതിയുള്ളവരെ, ബുദ്ധിപരിമിതിയുള്ളവരെ സമൂഹം മാറ്റി നിർത്തിയപ്പോൾ അവരുടെ സംരക്ഷണം ആ കാലഘട്ടത്തിന് ഒരാവശ്യമാണെന്ന് മനസ്സിലാക്കി ഏറെ വെല്ലുവിളികൾക്കിടയിലും സാന്ത്വനം നൽകുവാൻ നട്ടുവളർത്തിയ തണൽ വൃക്ഷമാണ് 1925 സ്ഥാപിതമായ സെന്റ് തോമസ് അസൈലം. തകർന്ന മനസ്സും ശരീരവുമായി ഇവിടേക്ക് ചേക്കേറിയ 200-ലധികം പെൺമക്കൾക്ക് ആശ്രയമാകുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. ഈ തണൽ വൃക്ഷത്തിൻ്റെ വേരായി, തണ്ടായി, ശാഖയായി നിലകൊള്ളുവാൻ 1928 സെന്റ് ജോസഫ് സമൂഹം സ്ഥാപിച്ചു. ആടുകളുടെ മണമുള്ള ഇടയനാകണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച് കടന്നുപോയ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നദി ഒരിക്കലും അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല, മരം ഒരിക്കലും അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നില്ല, പുഷ്പം ഒരിക്കലും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ വാക്കുകൾ അന്വർത്ഥമാക്കി 100 വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച സെന്റ് തോമസ് അസൈലത്തിൻ്റെ തുടർച്ചയായി ബാലികാ ഭവനങ്ങൾ, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കായുള്ള സെൻ്ററുകൾ, മരണാസന്നരായിട്ടുള്ള നാനാജാതി മതസ്ഥരായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഹോസ്പീസ്, HIV AIDS ബാധിതർക്കുള്ള സംരക്ഷണ ഭവനം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും കോട്ടയം അതിരൂപതയിൽ ആതുര ശുശ്രൂഷാർത്ഥം ആദ്യമായി രൂപം കൊണ്ട സെന്റ് ജോസഫ് സമൂഹം ഇന്ന് നടത്തിവരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം സെന്റ് തോമസ് അസൈലത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി റിപ്പോർട്ടിൽ കണ്ടതുപോലെ അസൈലാംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാത്രമല്ല, കുടുംബങ്ങളിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരായ മക്കളെയും ആദരിക്കുന്നതിനും അവരെ അസൈലം കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിനും വിപുലമായ കാര്യപരിപാടികൾ സമയബന്ധിതമായി നടത്തിവരികയായിരുന്നു. ഈ സ്ഥാപനത്തിലൂടെ ശാരീരിക വൈകല്യമുള്ള കുറേ കുട്ടികൾക്ക് പ്രിന്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തി അവരെയും ഗവൺമെൻറ് ജോലിക്കാരായി കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ സന്നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. ചരിത്രത്തിൽ ഇടം തേടേണ്ട ഈ സമാപന സമ്മേളനത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ദിശാനിർദ്ദേശം നൽകുമെന്ന് ഉറപ്പുണ്ട്. ഈ മഹത്തായ യാത്രയിൽ പങ്കാളികളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്കും ചെയ്തവർക്കും പലതരത്തിൽ സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഭാവിയിൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിവിധ പരിമിതികളുള്ളവരെ കണ്ടെത്തി അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുവാനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും സമത്വം ഉറപ്പാക്കുവാനും കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഈ ആഘോഷങ്ങൾക്കെല്ലാം ജീവനും പ്രചോദനവും നൽകിയ എല്ലാ സംഘാടകർക്കും, ഇതിൻ്റെ കൺവീനർ സിസ്റ്റർ സൗമ്യയ്ക്കും, മറ്റെല്ലാ കൗൺസിലേഴ്സിനും, അസൈലം ഡയറക്ടർ സിസ്റ്റർ ഫ്രാൻസിക്കും, സുപ്പീരിയർ സിസ്റ്റർ റൂബിക്കും, വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അനേകരുടെ പിന്തുണയോടെയാണ് ഈ ദൗത്യം ഇത്ര വിജയകരമായി മുന്നോട്ട് പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് ദൈവത്തിൻ്റെ കരുതലും മാനവികതയുടെ സ്പർശവും നെഞ്ചിലേറ്റി സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടു പോയവർക്ക് പരിചരണവും സംരക്ഷണവുമേകുവാൻ ഉൾവിളിയുണ്ടായിരുന്ന സ്ഥാപകപിതാവ് ദേവദാസൻ തുമ്മിയച്ചനെ കുറിച്ച് മിഴികളടച്ച് ധ്യാനിക്കുമ്പോൾ
ഓർമ്മ വരുന്ന ഒരു കാര്യം കർത്താവിൻ്റെ മലയിലെ പ്രസംഗമാണ്. ഒരു മനുഷ്യൻ പാലിക്കേണ്ട ധാർമ്മിക ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഉപദേശങ്ങളൊക്കെയും അച്ഛനിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം കരുണയുള്ളവനായിരുന്നു, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചവനായിരുന്നു, അപമാനങ്ങൾ ഏറ്റവനായിരുന്നു. 100 വർഷങ്ങളുടെ ഈ ദീർഘകാല യാത്ര നിരവധി പ്രചോദനാത്മകമായ ഒരു ചരിത്രമാവുകയും അനേകം പേരുടെ സ്വപ്നങ്ങൾ നൂറുവേനിയായി പൂവണിയുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കൊരുമിച്ച് കൂടുതൽ സ്നേഹവും സാന്ത്വനവും കരുണയും സംരക്ഷണവും നൽകാം. കരുണാമസൃണമായ സേവനങ്ങൾ തുടരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും സ്ഥാപക പിതാവ് ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചൻ്റെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ MP ഫ്രാൻസിസ് ജോർജ്, ഇവിടെ സ്മരണിക പ്രകാശനം നടത്തുന്ന മുൻ MP ശ്രീ തോമസ് ചാഴികാടൻ, പുസ്തക പ്രകാശനം നടത്തുന്ന മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത് വളരെയേറെ ക്രിയാത്മകമായി പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം കൊടുത്ത ഡോക്ടർ സിസ്റ്റർ ഗ്രേസി, സിസ്റ്റർ സൗമി, സിസ്റ്റർ ഫ്രാൻസി, അവരുടെ കൂടെയുള്ള മറ്റ് സഹോദരിമാരെ, ആശംസ അർപ്പിക്കുന്ന നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ DK പ്രദീപ്, ബഹുമാനപ്പെട്ട സാബു മാലിതുരുത്തേൽ അച്ഛ, ഗാനാലാപനം നടത്തുന്ന ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരന്മാരെ, ശതാബ്ദി പൂർത്തിയാക്കുന്ന സെൻറ് തോമസ് അസൈലത്തിൻ്റെ കഴിഞ്ഞ 100 വർഷങ്ങളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശതാബ്ദി വർഷം ഏറെ അർത്ഥപൂർണമായി ആചരിക്കുവാനായിട്ട് കോൺഗ്രിഗേഷൻ്റെ നേതൃത്വത്തിൽ പരിശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ നല്ല നിറമുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിലൂടെ നമുക്ക് കുറേയെല്ലാം ഗ്രഹിക്കുവാൻ സാധിക്കുകയും ചെയ്തു. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അസൈലം ഒരു വലിയ അത്ഭുതമായിട്ട് നിലനിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്രകാരമുള്ള അനേകം ഭവനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം 100 വർഷം മുൻപ് ഇപ്രകാരമുള്ള ഒരു ചിന്തയും അതിനായിട്ടുള്ള ഒരു സമർപ്പണവും അത് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ത്യാഗവുമൊക്കെ ഏറ്റെടുത്ത ദൈവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛൻ്റെ മനസ്സിൽ ദൈവം കൊളുത്തിയ ദീപത്തിൻ്റെ ശക്തി എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുക എളുപ്പമല്ല. അന്ന് വികലാംഗരെന്നറിയപ്പെട്ടിരുന്ന ആളുകൾ വീടുകളുടെ പിന്നാമ്പുറങ്ങളിലും അടഞ്ഞ മുറികളിലുമൊക്കെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരും നമ്മെപ്പോലെ തന്നെ മനുഷ്യരാണെന്നും മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശങ്ങളുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിതം സന്തോഷ നിർഭരമാക്കുവാനും ബഹുമാനപ്പെട്ട ഭൂതത്തിൽ തോമസ് അച്ഛൻ ചെയ്ത ആ പ്രവർത്തനങ്ങൾ എത്രയോ വലുതായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ഓർമ്മിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ഇങ്ങനെയുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കുന്നത് ദിവ്യാംഗൻ എന്നാണ്. കാരണം അത്രമാത്രം ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ 100 വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ 100 വർഷങ്ങൾക്ക് മുൻപുള്ള സ്ഥിതിയോട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ അമൂല്യത മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും ദുഃഖിക്കേണ്ട. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ കാണാൻ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കണ്ടാൽ അതിന് പ്രതികരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അങ്ങനെ എന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ആവശ്യങ്ങളുടെ നേരെ തുറന്ന കണ്ണോടെ നോക്കിക്കാണുവാനും അവയെ പരിഹരിച്ചുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം കൊടുക്കുവാനുമുള്ള ഒരു വലിയ ചുമതല നമുക്ക് എല്ലാവർക്കുമുണ്ട്. ദൈവദാസൻ തൊമ്മിയച്ഛൻ ഈ അന്നുണ്ടായിരുന്ന വികലാംഗരായ സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ച ഈ ഭവനം
അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അതും അതിനോട് സാദൃശ്യമുള്ള മറ്റ് പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൽ ദൈവത്തിന്റെ കാരുണ്യം പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സമൂഹത്തിന് ജന്മം നൽകിയതാണല്ലോ സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തെയും അസൈലത്തെയും അതോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കാലാനുസൃതമായിട്ട് വേണ്ടിവരുന്ന മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനായിട്ട് ദേവദാസൻ തുമ്മേച്ചൻ തുടങ്ങി വെച്ച ആ സമൂഹവും തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് നടത്തുന്ന ക്യാൻസർ ഹോസ്പീസ് വളരെയേറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സ്ഥാപനമാണ്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യര് അവരെ വാരിയെടുത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് അവർക്ക് ശുശ്രൂഷ കൊടുത്ത് അവരുടെ അന്ത്യകാലം ദൈവാനുഗ്രഹപ്രദമാക്കുവാനായിട്ട് സന്തോഷപ്രദമാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ എയ്ഡ്സിന്റെ കടന്നുവരവോടുകൂടി പലരും പല വിധത്തിലും അകറ്റി നിർത്താൻ പരിശ്രമിച്ചവരെ സ്നേഹപൂർവ്വം ചേർത്തു നിർത്തി അവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നടത്തുന്ന ആ ഒരു സ്ഥാപനം. ഇങ്ങനെ തൊമ്മിയച്ചന്റെ ആ ഒരു ചൈതന്യം സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലേക്ക് ഊർന്നിറങ്ങിയിട്ട് ഓരോ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പ്രിയമുള്ളവരെ ഇതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സഹോദരങ്ങൾ ഫ്രത്തേലി തൂത്തി എന്നുള്ള ആ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്നത് എന്താണ്? നല്ല സമറായക്കാരന്റെ ഉപമയാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഉപമയാണ്. അവിടെ വ്യത്യസ്തരായ ആളുകളെ കാണുന്നുണ്ട് നമ്മൾ. കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട സഞ്ചാരി, അയാൾ വഴിയിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ആക്രമിക്കപ്പെട്ട് എല്ലാം കൊള്ളയടിക്കപ്പെട്ട് വഴിയിൽ വീണ് കിടക്കുന്ന സഞ്ചാരി. കൊള്ളക്കാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്, അവരെ കാണുന്നില്ല. അതിനുശേഷം ആ വഴി വരുന്ന 2 പേരുണ്ട്, ഒരു പുരോഹിതനും ഒരു ലേവായനും. അവർ 2 പേരും വന്ന് അതിൽ കടന്നു പോകുന്നുണ്ട്. ഇയാളെ കണ്ടോ, കണ്ടിട്ട് കാണാതെ പോയതാണോ, ശ്രദ്ധിക്കാതെ പോയതാണോ എന്നുള്ളതെല്ലാം ചോദ്യങ്ങളാണ്. പക്ഷേ അവർ കടന്നുപോയി എന്നുള്ളതാണ് ക്രിസ്തു പറയുന്ന ഒരു കാര്യം. എന്നാൽ പിന്നീട് വരുന്ന സമറായക്കാരൻ, അയാൾ വന്നു, ഇവിടെ നിന്നു, കണ്ടു, ആ രോഗിയെ അയാൾ ഇറങ്ങി ശുശ്രൂഷിച്ചു, തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി. ആ സത്രക്കാരനോട് പറഞ്ഞു ഇവന് ആവശ്യമുള്ള ശുശ്രൂഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക? പലപ്പോഴും നല്ല സമറായനാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ പല അവസരങ്ങളിലും അങ്ങനെയാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നാം ഇന്ന് ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ഒരു അസൈലം. മറ്റാരും ശ്രദ്ധിക്കാതെ ആരാലും പരിഗണിക്കപ്പെടാതെ മാഞ്ഞു പോകാമായിരുന്ന കുറെ ആളുകൾക്ക് അവരുടെ ജീവിതം മനുഷ്യോചിതമാക്കുവാനായിട്ട് ധൈര്യപൂർവ്വം പുറപ്പെട്ട ദേവദാസൻ തൊമ്മിയച്ചന്റെ ആ പ്രവർത്തനം നമുക്കെല്ലാവർക്കും നമ്മുടേതായ സാഹചര്യങ്ങളിൽ എപ്രകാരം പ്രാവർത്തികമാക്കാം എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ ഈ ശതാബ്ദി ആഘോഷം വളരെ അർത്ഥപൂർണമായി തീരും. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലരെ നമ്മൾ കാണാറില്ല, ചിലരെ നമ്മൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. ചിലരെ സംബന്ധിച്ചോളം അത് എൻ്റെ ജോലിയല്ല എന്ന് വിചാരിച്ച് കടന്നു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കർത്താവ് കായനോട് ചോദിച്ച ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? എന്താണ് നമ്മുടെ ഉത്തരം? ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നുള്ളതായിരുന്നു കായൻ കൊടുത്ത ഉത്തരം. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനും സംരക്ഷകനുമാണ് എന്നുള്ളതാണ് നല്ല സമറായം നൽകുന്ന ഉത്തരം. ഈ 2 ഉത്തരങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തെ കൂടി ചേർത്ത് നിർത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഈ ഒരു വലിയ നന്മയിൽ പങ്കുചേരാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അസൈലം വഴിയായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതി, ഇവിടുത്തെ അന്തേവാസികളുടെ ഇടയിൽ കാണുന്ന ഒരു വലിയ സന്തോഷവും ഒരു സ്നേഹവുമാണ്. അതൊരു പക്ഷേ അവർക്ക് ലഭിക്കുന്ന ഈ സാഹോദര്യത്തിന്റെ ഫലമായിരിക്കാം. എങ്കിലും വളരെ പ്രത്യേകമായിട്ട് അത് ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ സിസ്റ്റേഴ്സിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതേക്കുറിച്ച് വളരെ അഭിമാനമാണ് ഉള്ളത്. ഇവിടെ താമസിക്കുന്നവര്
നമ്മൾ നോക്കുമ്പോൾ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും ഉള്ളവരായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും സ്നേഹവും വളരെ വളരെ വലുതാണ്. അങ്ങനെ അവരുടെ ജീവിതങ്ങളെ സന്തോഷനിർഭരമാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയാണ്. ആ ദൈവകൃപയിൽ ഈ സെന്റ് ജോസഫ് സമൂഹവും ഇനിയും മുന്നോട്ട് വളരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. ശതാബ്ദി വർഷത്തിൽ അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അതിനുശേഷം 3 വർഷങ്ങൾ കഴിഞ്ഞ് ദേവദാസൻ തുമ്മേച്ചൻ സ്ഥാപിച്ച ഈ സമൂഹവും ആ അസൈലത്തിന്റെ വഴിയിലൂടെ സ്നേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ലോകത്തിൽ നന്മയും സന്തോഷവും വാരി വിതറി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓരോ കാലഘട്ടത്തിലെയും ആവശ്യമനുസരിച്ച് വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും കണ്ടെത്തുവാനും അവർക്ക് സാധിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനും അങ്ങനെ അവരുടെ ജീവിതങ്ങളിലേക്കും വെളിച്ചം വീശുവാനും സാധിക്കുന്ന മനുഷ്യ ജന്മങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായിട്ടുള്ളത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ള ആ വാക്കുകൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെയൊക്കെ മനസ്സ് ഉണ്ടാകേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമാകുന്നത്. എൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള ഏത് വ്യക്തിക്കും അത് നൽകുവാനുള്ള ഒരു ആഗ്രഹവും അതിനായുള്ള ഒരു പരിശ്രമവും നമുക്കുണ്ടാകണം. ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള പരിശ്രമം നടന്നില്ലെങ്കിൽ ആ ആഗ്രഹം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു നന്മ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നന്മയുടെ പ്രചാരകരാകുവാൻ വെളിച്ചമാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം സെന്റ് ജോസഫ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ദിവസത്തിൽ 3 സിസ്റ്റേഴ്സ് സെന്റ് ജോസഫ് സമൂഹത്തിലേക്ക് പൂർണ്ണമായ നിത്യവ്രതം ചെയ്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സഹോദരികൾ. ആ സഹോദരികളെയും അവരുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം ശ്ലാഘിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സമർപ്പണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരുപക്ഷെ അധികമാരും വിളിച്ചു പറയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത് ഇതിനെയൊക്കെ താറടിക്കുവാനുള്ള മോശമാക്കാനുള്ള പരിശ്രമങ്ങളാകാം. പക്ഷെ എങ്കിലും സത്യത്തിന്റെ മുഖം എക്കാലത്തും മറച്ചു വയ്ക്കുക സാധ്യമല്ല. എത്ര കാർമേഘം പരിശ്രമിച്ചാലും സൂര്യനെ നിത്യമായി മൂടിവെക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ശുശ്രൂഷയുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് ഈ സമൂഹത്തിന്റെ ഈ ദൃശ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച 3 സിസ്റ്റേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമക്കളെ, നിങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിലെ ജീവിതത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ ഒരു വലിയ ദൈവിക ശക്തി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ശതാബ്ദി ആഘോഷിക്കുന്ന അസ്വൈലത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് അസൈലത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ സെന്റ് ജോസഫ് സമൂഹത്തിനും ഇവിടെ ഇതിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ദൈവം വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ വാർഷിച്ചു. പിതാവേ, വേദിയിലുള്ള SJ സിസ്റ്റേഴ്സിൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ സെക്രട്ടറി റവറൻ ഡോക്ടർ സിസ്റ്റർ ഗ്രേസി SJC, ജനറൽ കൺവീനർ റവറൻ സിസ്റ്റർ സൗമി SJC, സുപ്പീരിയർ ജനറൽ റവർ മദർ അനിത SJC, ഏറെ പ്രിയങ്കരനായ ശ്രീ തോമസ് ചാഴികാടൻ ex-MP, പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ഇവിടെ വേദിയിലുള്ള നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, പ്രിയപ്പെട്ട ശ്രീ സ്റ്റീഫൻ ജോർജ് ex-MLA, ഏറെ ആദരണീയനായ ഫാദർ തോമസ് വളവനാൽ, അതുപോലെ ഏറെ പ്രിയപ്പെട്ട ആദരണീയനായ ബഹുമാനപ്പെട്ട ഫാദർ സാബു മാലിത്തുരുത്തിൽ, നമ്മളുടെ ഇവിടുത്തെ വികാരി അച്ഛൻ, ഇവിടെ സദസ്സിൽ
ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാടച്ചൻ ഉൾപ്പെടെ ഒട്ടേറെ വൈദികരുണ്ട്. ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, പ്രിയമുള്ള അന്തേവാസികളെ, സുഹൃത്തുക്കളെ, സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ ആഭിമുഖ്യത്തിൽ 100 വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പാകിസ്ഥാനാർഹനായ തൊമ്മിയച്ചൻ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 100 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ത്യാഗോജ്ജലമായിട്ടുള്ള സേവനത്തിൻ്റെ ആ ഒരു പാതയിൽ 100 വർഷം പിന്നിടുമ്പോൾ നമ്മളെല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനസംഖ്യയിലെ 2% 2.3% എന്നാണ് പറയുന്നത് ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുണ്ട്. ഗവൺമെൻറ് ഒട്ടേറെ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി. പ്രത്യേകിച്ച് RPWD ആക്ട് ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ നൽകേണ്ട ആവശ്യകത, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായ നിയമനിർമ്മാണം തന്നെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മളുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഏജൻസികളോ മാത്രം വിചാരിച്ചാൽ അതിനൊരു പരിഹാരം പൂർണ്ണമായിട്ടുണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഇതുപോലുള്ള സേവന സന്നദ്ധരായിട്ടുള്ള സഹോദരങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന വലിയ ഒരു സേവനത്തെക്കുറിച്ച് നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇതുപോലുള്ള കുട്ടികളുടെ ഒരു സ്പോർട്സ് മീറ്റിനെ പോവുകയുണ്ടായി. എത്ര ബുദ്ധിമുട്ടിയാണ് സിസ്റ്റേഴ്സ് അവരെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ കുട്ടികൾ സ്വാഭാവികമായും മാതാപിതാക്കളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ശ്രദ്ധിക്കാനോ നിറവേറ്റാനോ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സേവനം, വിവിധ സന്യാസ സമൂഹങ്ങൾ, നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ പോലെ വിവിധ സമൂഹങ്ങൾ ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ സുദൃഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി മാത്രമേ അത് കാണാനും അതിനോട് സഹകരിക്കാനും എല്ലാമുള്ള ഒരു മനസ്സോടു കൂടി തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല, സമയം കുറെ വൈകിട്ടുണ്ട്. ഒട്ടേറെ പേർ ഇനിയും സംസാരിക്കാനുണ്ട്. ഈ അവസരത്തിൽ 100 വർഷം അങ്ങേയറ്റം ത്യാഗോജ്ജലമായ ദൈവസ്നേഹത്തിൽ പ്രേരിതരായി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൽ ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടു പോയേക്കാമായിരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ സേവനം, അത് ഈ അവസരത്തിൽ നമ്മൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടിയിരിക്കുന്നു. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒട്ടേറെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള നിലയിലായി. ഒട്ടേറെ കഴിവുകളുള്ളവരാണ് ഈ സഹോദരങ്ങൾ. അപ്പോൾ നമ്മുടെ തന്നെ ഈ വേദിയിൽ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി വളരെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരി, ഒരു ഗായികയാണ്. അങ്ങനെ കഴിവുള്ള ഈ ഭവനത്തിൽ തന്നെ വളരെ മനോഹരമായി പാടുന്ന ഒരു സഹോദരിയുണ്ട്. ഞാനിവിടെ നേരത്തെ 1-2 വട്ടം വന്നപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ വളരെ മനോഹരമായി സിസ്റ്റേഴ്സ് വിളിച്ച ഉടൻ തന്നെ ഓടി വന്ന് പാടിയത്, വളരെ മനോഹരമായി പാടിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ, ആ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാമുള്ള ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ആദരവർഹിക്കുന്നു, അഭിനന്ദനം അർഹിക്കുന്നു, നന്ദി അർഹിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ അതിൻ്റെതായ സിസ്റ്റേഴ്സ് ഒട്ടേറെ പേരുണ്ട്. ഞാനിവിടെ വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റർ ഫ്രാൻസിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി അതിനെല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇപ്പോൾ 3 പേര് പിതാവിടെ എടുത്ത് പറഞ്ഞതുപോലെ 3 സഹോദരിമാർ ഈ സന്യാസ സമൂഹത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ സേവനത്തിൻ്റെ ആ പാതയിലേക്ക് വരുവാനുള്ള നല്ല മനസ്സ് തീർച്ചയായിട്ടും അത് നമ്മൾ ഏറെ വിലമതിക്കേണ്ടതാണ്. എല്ലാ ദൈവാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ലത്, ഇതുപോലുള്ള പല സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം അതൊരുക്കിയത് എടുത്തു പറയേണ്ടത് കൂടിയാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള നല്ല അന്തരീക്ഷത്തിൽ ഈ സഹോദരങ്ങൾക്ക് വളരാനും ജീവിക്കാൻ, അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാൻ, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത്
അവർക്ക് എപ്പോഴും എന്താ പറയുക മാനസികമായിട്ട് ഉല്ലാസത്തോടു കൂടി ജീവിക്കാനെല്ലാമുള്ള അവസരമൊരുക്കുക. SJC ബഹുമാനപ്പെട്ട SJC സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശതാബ്ദിയുടെ ഈ നിറവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മംഗളങ്ങൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തന്റെ ശബ്ദവൈഭവം കൊണ്ടും സംഗീത പാണ്ഡിത്യം കൊണ്ടും ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ വ്യക്തിത്വം അനുഗ്രഹീത ചലച്ചിത്ര പിന്നണി ഗായിക ശ്രീമതി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഹലോ, നമസ്കാരം. അസൈലത്തിൻ്റെ 100ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു. നമ്മുടെ സിസ്റ്റർ ഫ്രാൻസി മാഡത്തിനും അതുപോലെ തന്നെ മറ്റ് വൈദിക ശ്രേഷ്ഠന്മാർക്കും സിസ്റ്റേഴ്സിനും ശ്രീ തോമസ് ചാഴിക്കാടൻ സാർ, MP സാർ, മറ്റ് പ്രൗഢഗംഭീരമായ മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. ഇത് നിറയെ വർഷങ്ങൾ ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അസൈലത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കരുണാമയനെ വേണം ലോകം മുഴുവൻ സുഖം പകരാനായി. അത് മതിയാണ്. അതുപോലെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താരാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പൂവിൽ കിളിയിൽ പുല്ലിൽ പുഴുവിൽ വന്യജീവിയിൽ വനശരനിൽ ജീവബിന്ദുവിൻ അമൃതം നൽകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ കരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു. അഭിയന്യ മൂലക്കാട്ട് പിതാവേ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ സിസ്റ്റർ അനിത, ബഹുമാന്യനായ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്,
ഇവിടെ നല്ല ഒരു ഗാനം ആലപിച്ച പ്രിയങ്കരിയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ബഹുമാന്യനായ നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രദീപ്, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ മാത്യു സാബു മാലിത്തുത്തേൻ, പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ് XMLA, ബഹുമാന്യനായ മുളവനാലച്ച, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ്റെ ജനറൽ മദർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സമയം വളരെ ദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല. പക്ഷേ അഭിയുടെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട തുമ്മിയച്ചൻ തീരുമാനമെടുത്തപ്പോൾ അത് ഈ സമൂഹത്തിനാകെ മാതൃകയാകുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തെ തന്നെ രൂപീകരിച്ചു. ആ സമൂഹമാണ് SJC അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ്സ് സമൂഹം. ഈ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധിയായ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കേണ്ടി വരും. പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും മാറ്റി നിർത്തുന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റ് രോഗികൾ ഉൾപ്പെടെ ടെർമിനലി ഇല്ലായിട്ടുള്ള, ജീവിതത്തിൽ ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് സംരക്ഷണമായി കോട്ടയത്ത് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നടക്കുന്ന ആ സെൻറ്റ് ജോസഫ്സ് ഭവനം ഉൾപ്പെടെ, ഏറ്റുമാനൂരിൽ ഇന്ന് മനോഹരമായി ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വീകരിച്ച ബാൻഡ് മേളം നടത്തിയ ആ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്ഥാപനം ഉൾപ്പെടെ, സെൻറ്റ് ജോസ് വിദ്യാലയ ഉൾപ്പെടെ, ഡൽഹിയിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം മസ്തിഷ്ക ക്ഷോഭം വന്ന കുട്ടികൾ, പെൺകുട്ടികൾ, അവരുടെ ജീവിതം എന്താണ് എന്നത് നമുക്കൊക്കെ അറിയാം. 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സും ഒക്കെ ആയ കുട്ടികളെ സംരക്ഷിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. ഇതാണ് ഈ സമൂഹം നടത്തുന്ന സേവനം. ഈ സെൻറ്റ് തോമസ് അസൈലത്തിൽ കഴിഞ്ഞ 34 വർഷത്തിനിടയിൽ എത്രയോ തവണ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ കാണുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ, ഈ സഹോദരിമാരുടെ സന്തോഷം അവർക്ക് ലഭിക്കുന്ന സേവനത്തിൻ്റെ പ്രതീകമാണ്. അത്തരത്തിൽ വലിയ സേവനത്തിൻ്റെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് സേവനം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനായ തുമ്മിയച്ചൻ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലൂടെ ഒരു പുതിയ സന്ദേശം രാജ്യത്തിനാകെ നൽകി. ഇന്ന് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പല കാര്യങ്ങളും ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ബഹുമാന്യരായ സിസ്റ്റേഴ്സ് നടത്തുന്ന വളരെ സ്നേഹപൂർവമായ സേവനമാണ് അതിനേക്കാൾ മികച്ചത് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 1600-ലധികം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ ചലന ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷമുള്ള നിമിഷമായി അതിനെ ഞാൻ കാണുകയായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഇനിയും കൂടുതൽ സേവനം ചെയ്യാൻ, സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സേവനം ചെയ്യാൻ സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, കോൺഗ്രിഗേഷൻ്റെ ജനറലേറ്റ് എൻ്റെ വീട്ടിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലാണ്. അങ്ങനെയുള്ള ഈ കോൺഗ്രിഗേഷൻ നടത്തുന്ന വലിയ സേവനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അതിനു മുമ്പായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്മരണിക അത് പ്രകാശനം ചെയ്യുവാനാണ് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി, കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച ഒരു വർഷത്തെ ദൈർഘ്യമുള്ള ആഘോഷ പരിപാടികൾ
അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ സ്മരണിക പ്രകാശനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. അതിനെ തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സിസ്റ്റർ തിജയ്ക്ക് പകരമായി അദ്ദേഹത്തോടൊപ്പം തന്നെ അധ്വാനിച്ച സിസ്റ്റർ സിറിൽ മുൻ MP ശ്രീ തോമസ് ചാഴികാടന് സ്മരണിക കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം അത് വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. മാത്യു മൂലക്കാട് മെത്രാപ്പൊലീത്ത സെൻറ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, പ്രിയമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ജനപ്രതിനിധികളെ, ഇന്ന് നമുക്ക് വേണ്ടി മനോഹരമായി ഗാനം ആലപിച്ച ശ്രീ വൈക്കം വിജയലക്ഷ്മി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് സെൻറ് ജോസഫ് സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃതജ്ഞതാനിർഭരമായ ദിവസമാണ്. ഈ സന്യാസ സമൂഹത്തിലേക്ക് 3 സഹോദരിമാർ നിത്യവ്രത വാഗ്ദാനം നടത്തി അവരെ സമൂഹത്തിൻ്റെ അംഗങ്ങളായി ചേർന്ന് ഈ സമൂഹത്തിൻ്റെ ചൈതന്യം നിലനിർത്തുവാനായി കൂടുതൽ വികസ്വരമാക്കുവാനായി കടന്നു വന്നിരിക്കുന്ന തന്നെ നിമിഷമാണ്. അവരെ ഞാൻ പ്രാർത്ഥനാപൂർവം അവരെ അഭിനന്ദിക്കുന്നു. അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്ന് വേദനിക്കുന്നവരുടെയും ഒരു കാലഘട്ടമാണ്. ഈ ലോകം ധാരാളം ആളുകൾക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സഹനങ്ങൾ നൽകുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വേദന സംഹാരികളാകാൻ സാധിക്കുകയുള്ളൂ. വേദനകളെ അകറ്റുവാൻ, വേദനിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അവർക്ക് സമാശ്വാസത്തിൻ്റെ സാന്നിധ്യമാകാൻ സാധിക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട സെൻറ് ജോസഫ് സഹോദരിമാർ, അവർക്ക് സ്ഥാപക പിതാവായ പൊതുത്ത് തൊമ്മിയച്ചൻ പകർന്നു നൽകിയ ചൈതന്യം, അത് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സാന്നിധ്യമായി തീരുവാനായിട്ട് ഇടയാക്കിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പിന്നിട്ട 100 വർഷങ്ങൾ കൊണ്ട് ഈ അസൈലം എത്രയോ ജീവിതങ്ങൾക്കാണ്, എത്രയോ കുടുംബങ്ങൾക്കാണ് സമാശ്വാസവും താങ്ങുമായി മാറിയിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്ത ഭിന്നശേഷിയോടുകൂടി കടന്നു വന്നിട്ടുള്ള ആളുകൾ അവരുടേതായ ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ, അവർ ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ടവരാണ് എന്നും അവരെക്കൊണ്ടും ഈ സമൂഹത്തിന് സാധ്യതകളുണ്ട് എന്നും ഒക്കെ ചിന്തിക്കുവാൻ, അവരിലുള്ള നന്മകൾ വളർത്തിയെടുക്കുവാനായിട്ട് ഉള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുക്കപ്പെട്ടത്. ഞങ്ങൾ പല വൈദികരും അനുദിനം അർപ്പിക്കുന്ന ബലികൾക്ക് അണിയുന്ന കാപ്പ സെറ്റുകൾ പോലും നിർമ്മിച്ചു തരുന്നത് ഇവരുടെ കരങ്ങളാണ് എന്ന് ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹീതമായ സ്മരണയാണ് ഉള്ളത്. ഇവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ചേർന്ന് നിന്ന് അവരുടെ നന്മകളെ ഉണർത്തിയെടുക്കുവാൻ സിസ്റ്റേഴ്സ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിവരികയില്ല. പക്ഷേ പൊതുത്തിൽ തൊമ്മിയച്ചൻ ഒരു ശതാബ്ദം മുൻപ് ഭാവനയിൽ കണ്ടപ്പോൾ ഈ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന, കൈപ്പുഴ പ്രദേശത്ത് അധിവസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയായിരിക്കാം മുൻപിൽ കണ്ടത്. എന്നാൽ അതിന്ന് വ്യാപിച്ച് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും വ്യാപിച്ച് വരുവാനായിട്ടിടയായിരിക്കുകയാണ്. അനേക ജീവിതങ്ങൾക്ക് താങ്ങായി തീരാൻ
തണലായി മാറാൻ ഈ സന്യാസ സമൂഹത്തിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഭിന്നശേഷി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭിന്നാവസ്ഥ മാത്രമല്ല, മാനസികമായി ഒറ്റപ്പെട്ടു പോയ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കൊക്കെ കാരണം സ്വന്തം ഭവനങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് എന്നുള്ള ദുരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ സേവന ശുശ്രൂഷകൾ ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് ഉണ്ട്. മാനസികമായ ഭിന്നശേഷിയുള്ളവർ, ശാരീരികമായ ഭിന്നശേഷിയുള്ളവർ, ഇന്ന് ഒറ്റപ്പെട്ടു പോയ പല ആളുകൾക്ക് സ്വാതന്ത്ര്യമായി തീരുവാൻ നമ്മുടെ ജീവിത സാന്നിധ്യം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സുവിശേഷം നമ്മിലൂടെ ജീവിക്കപ്പെടുവാനായിട്ട് ഇടയാവുക. നമുക്കറിയാം, ഓരോ ചെറിയ സകല ജീവിതത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിന് ഈ ലോകത്തോടൊരു വലിയ മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ടുണ്ട്. ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഓരോ ഭിന്ന അവസ്ഥകളും ജീവിതത്തിൽ ഒരുക്കി തരിക. അത് തിരിച്ചറിഞ്ഞ് അവരുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ അനുദിന പ്രവർത്തനങ്ങൾ, സേവന ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള, കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ കുടിയേറ്റ മേഖലകളിലുമുള്ള എല്ലാ ജ്ഞാനായ ജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അസൈലത്തിൻ്റെ ശതാബ്ദിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും ഭാവങ്ങളും നേരുന്നു. ദൈവം സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിസിറ്റേഷൻ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാന്യരായ വൈദികരെയും സമർപ്പണത്തിൻ്റെ സംഗീതം ആലപിക്കുന്ന പ്രിയപ്പെട്ട സന്യസ്ത സഹോദരിമാരെ, ഒരിക്കൽ അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലറിനോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് വേഴ്സ് ദാൻ ഹാവിങ് നോ ഐസൈറ്റ്? കാഴ്ചകളില്ലാതിരിക്കുന്നതിനേക്കാൾ മോശമായ കാര്യം എന്താണെന്ന്. ഹെലൻ കെല്ലറുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഹാവിങ് ഐസൈറ്റ് വിത്തൗട്ട് വിഷൻ ഈസ് വേഴ്സ് ദാൻ ഹാവിങ് നോ ഐസൈറ്റ്. കാഴ്ചകളില്ലാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് കാഴ്ചകൾ ഉണ്ടായിട്ടും കാഴ്ചപ്പാടുകൾ ഇല്ലാതിരിക്കുന്നത് എന്ന്. 100 വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു ദർശനത്തോടുകൂടി, കാഴ്ചപ്പാടുകളോടുകൂടി ഒരു മഹത് വ്യക്തി സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെയും അതിനോട് ചേർന്നുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെയും ശതാബ്ദി ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കും ചിന്തിക്കുവാൻ സാധിക്കും, കാഴ്ചപ്പാടുകളോടുകൂടി ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യുവാൻ ഈ ആഘോഷങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സഹായകമാകട്ടെ. കവി വെണ്ണിക്കുളം ഇപ്രകാരം പറഞ്ഞു, മനുഷ്യ സേവനത്തിൻ പാതയിൽ പദമൂന്നിയാൽ മൃതിക്കും അപ്പുറത്തെത്തും മഹാപ്രസ്ഥാനമായിടും. മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പദമൂന്നിയിട്ട് സെൻറ് ജോസഫ് സിസ്റ്റേഴ്സ് ഇന്ന് 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഇന്നൊരു മഹാപ്രസ്ഥാനമായി, മൃതിക്കും അപ്പുറത്ത് നിങ്ങളെ സ്മരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവാഹകരായി, ആ ദൗത്യം പൂർത്തിയാക്കുന്നവരായി നിങ്ങൾ തുടരുമ്പോൾ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മാർ മാത്യു മൂലക്കാട്, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന റവറൻഡ് മദർ അനിത, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, നമുക്ക് നല്ലൊരു പാട്ട് സമ്മാനിച്ച നമ്മുടെ സഹോദരി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ശ്രീ തോമസ് ചാഴികാടൻ MP, അതേപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഫാദർ സാബു മാലിന്യത്തിൽ പുസ്തക പ്രകാശനം നടത്തുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ജോർജ് മുൻ MLA, അതിലേറെ ഈ പ്രവർത്തനങ്ങളെയാകെ പുറത്തിറക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു വിജയമാക്കി ഈ ശതാബ്ദി ആഘോഷത്തെ മാറ്റിയ
റവറൻ സിസ്റ്റർ ഫ്രാൻസി, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മറ്റ് സിസ്റ്റേഴ്സ്, സെൻറ് തോമസ് അസൈലത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതേപോലെ തന്നെ തുമ്മിയച്ചൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ സെൻറ് തോമസ് അസൈലം ഒരത്ഭുതമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ മറ്റു ഘട്ടങ്ങളുമൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവരിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്ന കാലത്താണ് 100 വർഷം മുൻപ് തൊമ്മിയച്ചൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അതായത് വനിതകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ഭവനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. തീർച്ചയായും ഇന്നിവിടെ ഏകദേശം 81ഓളം അന്തേവാസികളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ സ്വന്തം വീട് പോലെ തന്നെ കഴിയുന്നതിനും അതോടൊപ്പം തന്നെ അവരെ ആത്മസമർപ്പണത്തിലൂടെ തന്നെ പരിചരിക്കുന്നതിന് നമ്മുടെ കോൺഫിഗറേഷനിലെ എല്ലാ സിസ്റ്റേഴ്സും അതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും ഇത് അടുത്ത 100 വർഷവും നമുക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തന സജ്ജമായി മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിമന്യ പിതാവ് ഉൾപ്പെടെയുള്ള സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ടരെ, അനുഗ്രഹീതമായ 100 വർഷങ്ങൾ പിന്നിട്ട സെൻറ് തോമസ് അസൈലത്തിനും നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് സ്വന്തമായ 3 സഹോദരിമാർക്കും കൈപ്പുഴ ഇടവകയുടെയും കൈപ്പുഴ ഫൊറോനയുടെയും എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സിസ്റ്റർ ലീന തെരേസയുടെ കയ്യിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ് അവറുകൾ അത് പ്രകാശനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്രീം ജനറൽ മദർ അനിത ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിമന്യ കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട് തിരുമേനി, ഇവിടെ സന്നിധരായിട്ടുള്ള റവറൻ ഡോക്ടർ സിസ്റ്റർ ഗ്രേസി, റവറൻ സിസ്റ്റർ സൗമി, ബഹുമാനപ്പെട്ട ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ഫാദർ സാബു മാലിത്തുരുത്ത്, പ്രിയപ്പെട്ട ഫാദർ മുളവനാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, സിസ്റ്റർ ഫ്രാൻസി, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ വൈകി, ഇനി വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യവുമില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം ബഹുമാനപ്പെട്ട സെൻറ് ജോസഫ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെയും അതിൻ്റെ നേതൃത്വത്തെയും അഭിനന്ദിക്കുകയാണ്. ഈ ഭൂതത്തിൽ കുടുംബത്തിൻ്റെ ഒരു പിൻതലമുറക്കാരെന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ നാടിന് അഭിമാനമായ പ്രിയപ്പെട്ട തൊമ്മിയച്ഛൻ്റെ സേവനത്തെക്കുറിച്ച് പ്രകീർത്തിക്കാനും സ്മരിക്കാനും പുതിയ തലമുറയ്ക്ക് അത് മാതൃകയാകാൻ പറഞ്ഞു കൊടുക്കാനുമായി ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ച് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂതത്തിൽ തൊമ്മിയച്ഛൻ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ച ആളാണ്. പക്ഷേ ആ നിലയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തൊരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. അവരെ ഒരുമിച്ചിരുത്താനാണ് പന്തി ഭോജനം നടത്തിയത് എന്ന് പറയുന്നത് പോലെ ഒരു കുടുംബത്ത് ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ, വിവാഹം കഴിക്കാൻ നിർവാഹമില്ല, ആ കുട്ടിക്ക് ഫ്രണ്ടിൽ വരാൻ നിർവാഹമില്ല, ആ വീടിനൊരു ശിക്ഷയായി ഇതിനെ കണ്ടിരുന്നൊരു കാലത്താണ് ഒരു പിതാവ് തൻ്റെ ഭിന്നശേഷിക്കാരിയായ മോളുമായി അച്ഛനെന്ന നിലയിൽ ഭൂതത്തിൽ അച്ഛനെ വന്ന് കാണുന്നത്. അദ്ദേഹത്തിനുണ്ടായ ദർശനം ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ദൈവം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിൻ്റെ തിരി
ആ മനസ്സിൽ തെളിഞ്ഞതനുസരിച്ച് അദ്ദേഹം 100 വർഷം മുമ്പ് സ്ഥാപിച്ച ആ സ്ഥാപനം സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കും ജീവിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാട്ടുപാടി, എത്ര സുന്ദരമായ അനുഗ്രഹീതമായ സ്വരമാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. സാൻ ജോസിലെ കുട്ടികളിലൂടെ ഡാൻസ് ചെയ്തു, എത്ര വലിയ ഭംഗിയായി അത് അവതരിപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാരുടെ ആളുകൾക്കും ഇതുപോലുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇത്തരം അസൈലം പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി അഭിമന്യ ഭൂതത്തിൽ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സ്മരിക്കാൻ തയ്യാറായത് വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനപ്പെട്ടതായി ഇവിടെയുള്ളത്. ഒന്ന്, 3 സിസ്റ്റേഴ്സ് വ്രതവാഗ്ദാനം എടുത്തിരിക്കുന്നു. ഈ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2, 100 വർഷം മുമ്പ് ആരംഭിച്ച സെൻറ് തോമസ് അസൈലത്തിൻ്റെ ഈ വാർഷികാഘോഷം. ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരു സർവകലാ വല്ലഭനായിരുന്നു അന്നത്തെ ഈ അച്ഛൻ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഭൂതത്തിൽ ഇട്ടിക്കുളത്തിറകൻ്റെ ലെഗസി ഉള്ള ആളായിരുന്നു, ആ പാരമ്പര്യമുള്ള ആളായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഇട്ടിക്കുളത്തിറകനാണ് കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തനതായ മെത്രാനെ വാഴിക്കാത്ത കാലം. വിദേശത്ത് നിന്ന് നമ്മുടെ ലിവിഞ്ച് മെത്രാനെ പോലുള്ള വിദേശ മെത്രാന്മാർ കേരളത്തിൽ ഭരണം നടത്തിയ കാലം. അതിനുശേഷം സഭ ഒന്നാകെ ആഗ്രഹിച്ചു തനതായ മെത്രാന്മാർ വേണം. ഇതിന് അനുമതി മേടിക്കാൻ വിദേശത്തേക്ക് റോമിലേക്ക് പോയപ്പോൾ അതിനുവേണ്ട എല്ലാ സൗകര്യം ചെയ്ത ആളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഇട്ടിക്കുള തരകൻ. തരകൻ്റെ പിന്തുണക്കാൻ നിലയിൽ അങ്ങനെ തരകൻ്റെ ലെഗസി ഉള്ള ഈ ബഹുമാനായ ദൈവാനുഗ്രഹമുള്ള ദൈവത്തെ അനുകരിക്കപ്പെട്ട പ്രിയപ്പെട്ട ബോധത്തിനെ സ്മരിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചതായി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതാണ് ഇവിടെ നിർവഹിക്കുകയുണ്ടായി. അതിനുള്ള സന്തോഷം. സിസ്റ്റർ ലീന തെരേസ എഴുതിയ പുസ്തകം അതൊരു വലിയ കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് ആരായിരുന്നു ഈ അച്ഛൻ, അച്ഛൻ ചെയ്ത സേവനം എന്തായിരുന്നു വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലഘുഗ്രന്ഥം തയ്യാറാക്കിയ സിസ്റ്റർ ലീനായെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏലിക്കുട്ടി ജോസഫ്, കണ്ടതിൻകര, മൂലമറ്റം. 1964 അസൈലത്തിൽ ജോയിൻ ചെയ്തു. അവരോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വിഭിന്നശേഷിയുള്ള കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജസ്വിൻ സ്റ്റീഫൻ, കുന്നത്തോട് പോരട്ട്, കുരുമുള്ളൂർ. രാഹുൽ ടി രാജു, തേരത്തുമലയിൽ, കുരുമുള്ളൂർ. കുട്ടികളെയും അഭിവന്ധ്യ പിതാവിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങുവാൻ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അവരോടൊപ്പം തന്നെ തോമസ് കുട്ടി, കുരുമുള്ളൂർ. റോസ് എലിസബത്ത്, കല്ലുപുരയ്ക്കൽ. ദേവസ്യ, പട്ടാരത്തും പറമ്പിൽ. അവരെയും അഭിവന്ധ്യ പിതാവിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹത്താൽ ചലിക്കപ്പെട്ട കർമ്മയോഗി ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ അന്നത്തെ സാഹചര്യത്തിൽ അവഗണിക്കപ്പെട്ടവരും പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അംഗഭംഗം നേരിട്ടവരെ സ്വന്തമാക്കി ദൈവമഹത്വത്തിനും ആത്മസമാധാനവും കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കി. ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ വിഭാവനം ചെയ്ത അസൈലത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടാതെ അഭംഗരം സൂക്ഷിക്കാൻ SJCക്ക് സാധിച്ചത് മഹത്തായ കാര്യമാണ്. ഇന്ന് 100ന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സെന്റ് തോമസ് അസൈലത്തെ പരിപാലിച്ച് വഴി നടത്തിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം കാലാകാലങ്ങളിൽ നേതൃത്വം നൽകി ഇന്നത്തെ നിലയിലെത്തിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നു. നമ്മുടെ അധ്വാനത്തിനും സഹനത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സെന്റ് തോമസ് അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ മദർ അനിതയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മദർ അനിതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ധന്യ നിമിഷത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും നിത്യവ്രത വാഗ്ദാന കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിന് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ പേരിലും സെന്റ് തോമസ് അസൈലത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചന്റെ ജന്മവാർഷിക ദിനമായ കഴിഞ്ഞ ഒക്ടോബർ 24 ഇവിടെ വന്ന് ഗാനം ആലപിച്ചിരുന്നു. ഇന്ന് ഇവിടെ വരികയും മനോഹരമായ ഗാനം ആലപിച്ചതിനും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. ചിക്കാഗോയിലെ സീറോ മലബാർ രൂപതയുടെ വിജിയും ജ്ഞാനായ റീജിയൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചന് പ്രത്യേകമായി നന്ദി പറയുന്നു. ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്ത ശ്രീ തോമസ് ചാഴികാടനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സർ, താങ്കളുടെ സാന്നിധ്യത്തിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. സെന്റ് തോമസ് അസൈലത്തെ സംബന്ധിച്ച് പള്ളിയും പഞ്ചായത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. ആശംസയർപ്പിച്ച് സംസാരിച്ച നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപൻ സാറിന്, അതുപോലെ തന്നെ കൈപ്പുഴ ഫൊറോന വികാരി ബഹുമാനപ്പെട്ട സാബു മലത്തുരത്തിലച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ശതാബ്ദിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ അലിവിനാലയം പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ സ്റ്റീഫൻ ജോർജ് XMLAക്കും പുസ്തകം തയ്യാറാക്കിയ സിസ്റ്റർ ലീന തെരേസിനും പ്രത്യേകമായി നന്ദി പറയുന്നു. SVM കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ റിവറൻഡ് സിസ്റ്റർ ഇമാക്കുലേറ്റിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുകയും ഈ ശതാബ്ദി വർഷത്തിലെ എല്ലാ കർമ്മ പരിപാടികളും ക്രമീകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ശതാബ്ദി കമ്മിറ്റി കൺവീനറും സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ സൗമിക്ക്, സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ ഗ്രേസി, മറ്റ് കൗൺസിലേഴ്സ് സിസ്റ്റർ ബസ്സി, സിസ്റ്റർ ടിജി, ഈ മാതൃഭവനത്തിന്റെ സുപ്പീരിയർ സിസ്റ്റർ റൂബി, മറ്റു സിസ്റ്റേഴ്സ്, അസൈലത്തിലുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ കമ്മ്യൂണിറ്റികളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അസൈലത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ഉപകാരികൾ, വിവിധ ഓഫീസുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികൾ, അഭ്യുദയകാംക്ഷികൾ, കൈപ്പുഴ നിവാസികൾ, KCWA, KCYL, KCC, ലീജൻ ഓഫ് മേരി, CML എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റു പള്ളികളിൽ നിന്നും വന്നിട്ടുള്ളവർ, അസൈലാംഗങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും എത്തിയവർ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഭംഗിയായി ക്രമീകരിച്ച അണിയറ പ്രവർത്തകർ, ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ള ഐശ്വര്യ കേറ്ററിംഗ്, പത്തിൽ പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓൺലൈൻ പ്രക്ഷേപണം നടത്തുന്ന ക്രിസ്റ്റി സ്റ്റുഡിയോ, പത്ര മാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ പ്ലാറ്റ്ഫോം മീഡിയ പ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിന് വളരെ മനോഹരമായി MC ആയി പ്രവർത്തിച്ച ശ്രീ അഭിലാഷ് സണ്ണി, ആഷ്ലി വക്കയപ്പറമ്പിൽ, കല്ലറ രണ്ടുപേർക്കും പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശതാബ്ദി സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.